അതുബോധം വരുത്തുവതിനാലായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണായ ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിന്തൽ പദ ഉണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിത നാരായണായ നമ ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവം അത് തോന്നായിരമിഹ തോന്നുന്നതാകിലഖിലം ഞാനിരുന്ന വഴി നമേ വരദ നാരായണായ നമഃ അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മലമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്നു ഹരി നാരായണായ നമ ഹരിനാമ കീർത്തനമിതുല ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവഗലു അരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പലകു ഉര ചെയ്ക തിന്നരുക നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണ സകല സന്നാപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂർ ക്ഷേത്രത്തെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് വൈകുണ്ഠത്തിൽ വെച്ച് മഹാവിഷ്ണു ബ്രഹ്മാവിന് പൂജിക്കാനായി തന്നെ ഒരു വിഗ്രഹം നൽകി. ബ്രഹ്മാവിൽ നിന്ന് അത് സുതപസ്സിനും പ്രശ്നിക്കും ലഭിച്ചു. അവിടെ നിന്ന് കശ്യപനും അതിഥിക്കും ലഭിച്ചു. ഒടുവിൽ വസുദേവർക്കും ദേവകിക്കും ലഭിച്ചു. ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ ഈ വിഗ്രഹം ദീർഘകാലം പൂജിച്ചു പോന്നു. ദ്വാരകക്കടലിൽ മുങ്ങുന്നതിനു മുമ്പ് ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ ഉദ്ധവരോട് ഈ വിഗ്രഹം സുരക്ഷിതമാക്കാൻ ആവശ്യപ്പെട്ടു. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് കേരളത്തിലെ ഈ പുണ്യഭൂമിയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതിനാലാണ് ഈ സ്ഥലത്തിന് ഗുരുവായൂർ എന്ന പേര് വന്നത്. വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ നേരിട്ട് നൽകിയ വിഗ്രഹം ഭൂമിയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതിനാലാണ് നമ്മൾ ഭക്തിയോടെ ഗുരുവായൂരിനെ ഭൂലോക വൈകുണ്ഠം എന്ന് വിളിക്കുന്നത്. Today, I'm going to speak about the Guruvayur temple, which is known as Bhuloka Vaikuntham. That means heaven on earth. Do you know why Guruvayur is called by this name? Long ago, Lord Mahavishnu gave an idol of himself to Lord Brahma in Vaikuntham for worship. From Brahma, the idol was passed down to Siddhapas and Prashni, then it reached Kashyapa and Aditi, and then it reached Vasudeva and Devaki. Lord Krishna himself worshipped this idol in Dwaraka for a long time. Before Dwaraka was submerged by the ocean, Lord Krishna instructed his devotee, Uddhava, on how to keep the idol safe. According to the Lord's instructions, Brihaspati, the guru of the Devas, and Vayu, the god of the wind, joined together and installed the idol on the sacred land of Kerala. Because the installation was performed by both Guru and Vayu, we call the place Guruvayur. And because the idol came directly from Lord Mahavishnu in Vaikuntham and was installed here on earth, we devotedly call Guruvayur the Bhuloka Vaikuntham. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം പാതാളാഞ്ജനശില എന്ന അപൂർവമായ കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് നല്ല ഔഷധഗുണവുമുണ്ട്. ഗുരുവായൂരിൽ പോയാൽ ഭഗവാനെ 12 ഭാവങ്ങളിൽ കാണാം. ഓരോ പൂജയ്ക്കും ഓരോ രൂപമാണ് ഭഗവാന്. രാവിലെ ഉണ്ണിക്കണ്ണനാണെങ്കിൽ രാത്രിയാകുമ്പോൾ അത് ഭഗവാന്റെ വിശ്വരൂപമാണ്.
ഗുരുവായൂരപ്പന് ആനകളെ ജീവനാണ്. അതുപോലെ പാൽപ്പായസവും കദളിപ്പഴവുമാണ് നമ്മുടെ കണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ. നിങ്ങൾ എപ്പോഴെങ്കിലും മഞ്ചാടി വാരി കളിച്ചിട്ടുണ്ടോ? നമ്മുടെ ഗുരുവായൂരപ്പന് മഞ്ചാടി വാരി കളിക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നോ. അതുകൊണ്ട് നിങ്ങൾ അടുത്ത തവണ അവിടെ പോകുമ്പോൾ മഞ്ചാടി വാരാനും പായസം കുടിക്കാനും മറക്കരുതേ. Our Guruvayurappan's idol is made out of a very rare stone called Padala Anjana Shila. It even has special medicinal powers. When you visit Guruvayur, you can see the Lord in 12 different forms every single day. For every puja, Krishna changes his look. In the morning, he's a tiny baby called Unikanna, but by night, he appears in his grand universal forms called Vishnu-rupam. Our little Krishna absolutely loves elephants, and he also has a real sweet tooth. And his favorites are palpaisam and cuddly bananas. Have you ever played with manjari seeds? Oh, let me tell you, Guruvayurappan loves it when we play with those shiny red seeds. So next time you go to Guruvayur, don't forget to play with the manjari seeds and enjoy the yummy paisa. എന്നാൽ ആനകളെ കണ്ടാൽ ദേഷ്യപ്പെടുന്ന ഒരു കൃഷ്ണൻ നമ്മുടെ കേരളത്തിൽ ആ ക്ഷേത്രമാണ് കണ്ണൂരിലെ തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം. എന്തുകൊണ്ടാണ് കണ്ണനാണ് ദേഷ്യം വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പണ്ട് മധുരയിൽ വെച്ച് കംസൻ കണ്ണനെ കൊല്ലാനായി ഒരു വലിയ പദ്ധതി ഇട്ടു. കൊട്ടാരവാതിൽക്കൽ കുവലയാപീഠം എന്നൊരു ഭയങ്കരനായ ഒരു കൊലയാളിയെ നിർത്തി. കണ്ണൻ വരുമ്പോൾ ആനയെ വിട്ട് ചവിട്ടിക്കൊല്ലാനായിരുന്നു കംസന്റെ ബുദ്ധി. പക്ഷെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പേടിച്ചോ? ഒരിക്കലുമില്ല. ആ വലിയ ആന കണ്ണനെ ആക്രമിക്കാൻ വന്നപ്പോൾ കണ്ണൻ അതിന്റെ വാലിൽ തൂങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചുഴറ്റിയെറിഞ്ഞു. എന്നിട്ട് അതിന്റെ വലിയ കൊമ്പുകൾ പിഴുതെടുത്ത് ആ ആനയെ തോൽപ്പിച്ചു. ആ വലിയ ആനയെ കൊന്ന ആവേശത്തിലാണ് തൃച്ചംബരത്തെ കണ്ണൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും ആ ക്ഷേത്രത്തിൽ ആനകളെ പ്രവേശിപ്പിക്കാത്തത്. ആനയെ കണ്ടാൽ ഭഗവാന് പിന്നെയും ദേഷ്യം വരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് അവിടെ ഉത്സവത്തിന് ആനകൾക്ക് പകരം പൂജാരിമാരാണ് ഭഗവാന്റെ തലയിലേക്ക് നൃത്തം ചെയ്യുക. ഇതിനെയാണ് നമ്മൾ തിടമ്പ നൃത്തം എന്ന് വിളിക്കുന്നത്. We have all heard that our beloved Guruvayurappan loves elephants, right? But did you know that there is a Krishna in Kerala who gets very angry if he sees an elephant? That place is the Trichambaram Sri Krishna temple in Kannur. Do you know why Krishna gets so angry there? And have you ever heard of Kuvalayapida? Long ago in Mathura, King Kamsa made a big plan to kill Krishna. He placed a terrifying killer elephant named Kuvalayapida at the palace gate. Kamsa's idea was to let the elephant trample Krishna the moment he arrived. But did this scare our little Krishna? Never. When the giant elephant rushed at the Krishna dropped it by its tail and swung it around and around. Then he pulled out its massive tusk and defeated the elephant. It is believed that the Krishna at Trichambaram is still in the same action hero mood after defeating the elephant. That is why elephants are not allowed inside this temple even today. People believe that if the Lord sees an elephant, his old anger will return. So, for the festival there, instead of using elephants, the priests carry the Lord on their heads and perform a special dance. This is what we call the Tidamba Nrittam. ആലപ്പുഴ ജില്ലയിലാണ് പ്രശസ്തമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂരപ്പന്റെ പാൽപായസം പോലെ തന്നെ പ്രശസ്തമാണ് അമ്പലപ്പുഴയിലെ പാൽപായസവും. പണ്ട് അമ്പലപ്പുഴ ഭരിച്ചിരുന്ന രാജാവ് ഒരു വലിയ ചതുരംഗ പ്രേമി ആയിരുന്നു. ഒരു ദിവസം ഒരു പാവം സന്യാസിനി വേഷത്തിൽ ഭഗവാൻ കൃഷ്ണൻ രാജാവിന്റെ അടുത്തെത്തി. എന്നിട്ട് ഒരു ചതുരംഗ കലക്കി വെല്ലുവിളിച്ചു. രാജാവ് ചോദിച്ചു, സന്യാസി ജയിച്ചാൽ പ്രതിഫലമായി എന്ത് വേണം? സന്യാസി പറഞ്ഞു,
4, നാലാമത്തെ കോളത്തിൽ 8. അങ്ങനെ ഓരോ കോളത്തിൽ മുമ്പത്തെ കോളത്തിനേക്കാൾ ഇരട്ടി നെൽമണി വെക്കണം. രാജാവ് വിചാരിച്ചു ഇതെന്ന് ചെറിയ ആഗ്രഹം. അദ്ദേഹം കളി തുടങ്ങി. പക്ഷേ കളിയിൽ രാജാവ് തോറ്റുപോയി. നെൽമണികൾ വെച്ച് തുടങ്ങിയപ്പോഴാണ് രാജാവിന് അദ്ദേഹത്തിന്റെ അബദ്ധം മനസ്സിലായത്. നെന്മണികൾ വെച്ച് തുടങ്ങിയപ്പോഴാണ് രാജാവിന് അദ്ദേഹത്തിന്റെ അബദ്ധം മനസ്സിലായത്. 1, 2, 4, 8, 16 എന്നിങ്ങനെ ഓരോ കോളം കഴിയുമ്പോഴും നെന്മണികളുടെ എണ്ണം കോടിക്കണക്കിന് ഉയർന്നു. ചതുരംഗപ്പലയിലെ 64 കോളങ്ങൾ തീരുമ്പോഴേക്കും ലോകത്തുള്ള മുഴുവൻ നെല്ല് കൊണ്ടുവന്നാലും രാജാവിന്റെ ആ കടം വീട്ടാൻ കഴിയില്ല. അപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തത്. രാജാവിന് ആ കടം വീട്ടാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ ഒരു വഴി പറഞ്ഞു കൊടുത്തു. രാജാവേ, വിഷമിക്കേണ്ട. ആ കടം വീട്ടാൻ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ഭക്തന്മാർക്കും പാൽപായസം കൊടുത്താൽ മതി. അങ്ങനെയാണ് അമ്പലപ്പുഴയിലെ പ്രശസ്തമായ പാൽപായസം ഉണ്ടായത്. ഇന്നും ഉച്ചപൂജയ്ക്ക് ഭഗവാൻ പാൽപായസം കുടിക്കാൻ വരുമെന്നാണ് വിശ്വാസം. അപ്പോൾ അമ്പലപ്പുഴയിൽ പോകുകയാണെങ്കിൽ പാൽപായസം കുടിക്കാൻ മറക്കണ്ട. Have you ever visited the Avalokiteshvara Sri Krishna temple at Alapura? Just like Guruvayur, the temple is known world famous Paul Parsa, but do you know that this house is their favorite? Long ago, the king of Avalokiteshvara was a huge fan of chess. One day, Lord Krishna dressed up as a poor old sage and challenged the king to a game of chess. The king asked, "Dear sage, if you win this game, what reward do you want?" The sage replied simply, "I do not want gold or jewels. I just want some grains of rice." On the first square of the chessboard, put 1 grain. On the second, double it to 2, and on the third, double it to 4, and so on. Just keep doubling the grains of rice for every square on the chessboard. The king laughed and thought, what a tiny request. But then he lost the game. As he started placing the grains of rice on the board, he realized his big mistake. 1, 2, 4, 8, 16. By the time he reached the 64th square, there was not enough grains of rice in the whole wide world to pay off his debt. It was billions and billions of grains. At that moment, Lord Krishna revealed his true form. The king realized he could never pay off his debt. So Krishna gave him a kind solution. Don't worry, king. To pay off your debt, just serve some sweet palavasam to every devotee who visits this temple every day. And that is how the famous Ambalapura Basam was born. It is still believed that Lord Krishna comes during afternoon puja to get a taste of his favorite palavasam. So next time you're in Alapura, don't forget to have a taste. പായസത്തിന്റെ കഥയിട്ട് നിങ്ങളൊക്കെ വിശക്കുന്നുണ്ടെങ്കിൽ കൂട്ടായത്തെ തിരുവാതിര നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. കംസനെ കൊണ്ടുകഴിഞ്ഞ് അതീവ വിശപ്പോടെ നിൽക്കുന്ന ഭാവമാണ് തിരുവാതിര കൃഷ്ണൻ. അതുകൊണ്ട് ഭഗവാന്റെ വിശപ്പ് മാറ്റാൻ പുലർച്ചെ 2 മണിക്ക് തന്നെ ഈ അമ്പലം തുറക്കും. മറ്റൊരത്ഭുതവും കൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. ഭഗവാന് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവായി നിവേദ്യം നൽകാൻ വൈകിയാൽ വിഗ്രഹത്തിൽ അടിഞ്ഞാണ് താഴേക്ക് ഓർത്തു വരും. ലോകത്ത് മറ്റൊരു ക്ഷേത്രം ഇത്ര നേരത്തെ തുറക്കില്ല. ഇനിയെങ്ങാനും വാതിൽ തുറക്കാൻ വൈകിയാൽ അത് വെട്ടിപ്പൊളിക്കാനായി അവിടുത്തെ ശാന്തക്കാരന്റെ മേലെ എപ്പോഴും ഓടാനും കരുതിയിട്ടുണ്ട്. Now if all this talk about Parsa is making you hungry, then just think about a little Krishna at the Tiruvar temple in Kottayam. He is at a very special mood because he has just defeated King Kamsa and he is very hungry. Because the Lord cannot bear his hunger, this is the only temple that opens as early as 2 a.m. To prove that the Lord is truly hungry, the food offering Naivedya is even a little late. The golden waste belt on the idol will automatically slide down and fall. Priests are so careful that they carry an axe with them. Why an axe? Because if the key to the temple door ever gets stuck, they are ordered to chop the door open immediately rather than keep the hungry Lord waiting. So while we are waiting for our lunch, let's remember our hungry little Krishna at Tiruvar.
കഠിനമായ വിശപ്പുള്ള പാവമാണെങ്കിൽ നമ്മുടെ ആരന്മുള അപ്പൻ ഭക്തർക്ക് അന്നം നൽകുന്ന അന്നദാന പ്രഭുവാണ്. പമ്പാ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഈ കൃഷ്ണക്ഷേത്രം മഹാഭാരത യുദ്ധത്തിന് ശേഷം അർജുനൻ പ്രതിഷ്ഠിച്ചതാണെന്നാണ് ഐതിഹ്യം. അർജുനന്റെ തേരാളി ആയതിനാലാണ് ഭഗവാന് പാർത്ഥസാരഥി എന്ന പേര് ലഭിച്ചത്. 6 അടിയിലധികം ഉയരമുള്ള സുന്ദരമായ വിഗ്രഹം യുദ്ധകളത്തിൽ അർജുനനെ രക്ഷിക്കാൻ ചക്രവുമായി ഓടിയടക്കുന്ന കൃഷ്ണന്റെ ഭാവമാണ്. ഭഗവാന്റെ സത്യക്കുള്ള വിഭവങ്ങളുമായി വരുന്ന തിരുവോണത്തോണി ഇവിടുത്തെ വലിയൊരു ആഘോഷമാണ്. ഈ തോണി സ്വീകരിക്കാനാണ് ലോക പ്രശസ്തമായ ആറന്മുള വള്ളംകളി നടക്കുന്നത്. If our Tirugapur Krishna is always hungry, then our Aranmula Appan is the Lord of the Grand Feast Annadana Prabhu. Situated on the banks of the Pamba River, this ancient temple built by the great warrior Arjuna after the Mahabharata war. The idol, do you know why Krishna is called Parthasarathi here? It's because he was the charioteer or the driver for Arjuna. The idol here is over 6 feet tall and captures Krishna in a very brave moment, running onto the battlefield with a chariot wheel to protect his friend Arjuna. Every year, a special boat called the Tiruvonatoni arrives filled with all of the yummy ingredients for a grand feast, Sadhya. And guess what? The world famous Aranmula boat race is actually held here to welcome this food boat. So in Aranmula, Krishna makes sure no one ever stays hungry. We have almost reached the end of our Kerala temple pilgrimage, but we're not finished just yet. Audience members, please feel free in joining our singers in a few verses of Jnanapana. Krishna Govinda Narayana Hare Achyutananda Govinda Madhava Sachidananda Narayana Hare Gurunathan Tunachika Sandadam Tirunamangal Nadinmeleppozhum പിരിയാതിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ നരയോളമെന്തെന്നറിഞ്ഞില്ല, ഇനി നാളെയുമെന്തെന്നറിഞ്ഞില്ല, ഇനി കണ്ടതടിക്കു വിനാശവും ഇന്ന നേരം എന്തേതോ അറിഞ്ഞില്ല. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ